ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോർജ് ആൻ്റണി. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളത്ത് എടപ്പള്ളി പള്ളിയുടെ കോമ്പൗണ്ടിലാണ്. ഇവിടെ ഇന്ന് കൊടിയേറ്റമാണ്, പെരുന്നാളോടനുബന്ധിച്ചുള്ള കൊടിയേറ്റമാണ്. പിന്നെ ഒരു പണ്ട് കാലങ്ങളായിട്ട് നടത്തി വരുന്നത് പക്ഷേ ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട്, ആരും മിസ് ചെയ്യരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. അതായത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്ന് എനിക്ക് വീഡിയോ എടുക്കാനൊരു അവസരം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ വീഡിയോ ആണ്, ആരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. അതായത് എടപ്പള്ളി പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് ഇന്ന് കൊടിയേറ്റമാണ്. അപ്പോൾ ഇവർ പണ്ട് കാലങ്ങളായിട്ട് ഇങ്ങനെ ആചരിച്ചുകൊണ്ട് വരുന്നൊരു സംഭവമാണ്. 101 പലഹാരങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുള്ളൊരു അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇപ്പോഴേ സസ്പെൻസ് പൊട്ടിക്കണല്ലോ. ബാക്കി വിശേഷം കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കൂടെ കെവിൻ ആശാനുണ്ട്, ലിനു ഉണ്ട്, നിതിൻ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അല്ലേ ബാക്കി അവിടെ ചെന്ന് കാണിച്ചു സസ്പെൻസ് പൊളിക്കണ്ടവാ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളിത് ഈ ഒരു മനോഹര കാഴ്ചയാണ്, ഈ 101 പലഹാരങ്ങളിങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന ഈ മനോഹര കാഴ്ച കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഒന്ന് നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അത്. എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയാം, വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ പോകുന്നത് എടപ്പള്ളി പള്ളിയിലെ പെരുന്നാളിനെ കുറിച്ചും ഒപ്പം ഈ 101 പലഹാരങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കണം ഇതിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയൊരു വീഡിയോ ആണ്. ആരും സ്കിപ്പ് ചെയ്യാതെ നിൽക്കേണ്ട, കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെ കണ്ടില്ല, നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ 101 പലഹാരങ്ങളൊക്കെ നിരത്തി വെച്ചേക്കണം. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് അറിയാം. അതിന് മുന്നേ ആയിട്ട് നമുക്കിവിടെ കുറച്ച് വേണ്ടപ്പെട്ടവരുണ്ട്, എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. ചേട്ടൻ്റെ പേരെന്താണ്? ഇവിടെ ആദ്യം എന്ന് പറയണത് തന്നെ ആദ്യം പരിചയപ്പെടുത്തണമെന്ന് പ്രത്യേകം പറഞ്ഞേക്കൊണ്ട് നമ്മൾ അതിലേക്ക് വന്നേക്കുന്നതാണ്. പേര് ആൻ്റണി പരവര. ഈ വർഷത്തെ വിശുദ്ധ ഗീവർഗീസ് സേവ്യരുടെ തിരുനാൾ നടത്തുവാനുള്ള സാഹചര്യം നമ്മളിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്കറിയാവുന്നതാണ്, എനിക്ക് പരിചയക്കാരനാണ്. ഞാൻ നിങ്ങളെ അറിയിക്കാൻ നമ്മുടെ പേര് വെച്ച്. അപ്പോൾ 2023 പെരുന്നാളിൻ്റെ പ്രസിഡന്റിനെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് എടപ്പള്ളി പള്ളിയിലെ. ഹലോ, പറഞ്ഞു. എൻ്റെ പേര് ജെയിൻ, ഞാൻ ചേട്ടനാണ്, വീട്ടുകാരൻ തന്നെയാണ്. ഓക്കെ, സന്തോഷം. ഞാനും പ്രസിഡന്റിൻ്റെ ചേട്ടനാണ്, വീട്ടുകാരൻ തന്നെയാണ്. ജോബി പരവര. എൻ്റെ ഒരു തോമസ് പള്ളിപ്പാടൻ, എൻ്റെ ആൻറ്റിയുടെ കൂട്ടുകാരനാണ്, പാരിഷ് കൗൺസിൽ മെമ്പറും കൂടിയാണ്. കെവിനെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയായിരുന്നു, കെവിൻ ഇവിടെ ബേക്കിലുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇതിൻ്റെ ഒന്ന് വിശേഷങ്ങൾ നമ്മുടെ കാണികൾക്ക് അറിയാൻ വേണ്ടി, ഇപ്പോൾ ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ തുടർന്ന് വരുന്നൊരു ആചാരമാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു തന്നാൽ ഉപകാരം. ചരിത്രപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ഈ എടപ്പള്ളി സെൻറ്റ് ജോർജ് ഫൊറോന ദേവാലയം AD 593 ആണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പണ്ട് ഇവിടെ 64 സാമൂതിരി കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് ഏകദേശം എടപ്പള്ളി രാജവംശവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സംഭവമായിരുന്നു. അത് പിന്നീട് എടപ്പള്ളി ഇങ്ങനെ വേറെ രീതിയിലേക്ക്, ഇന്നത്തെ സാഹചര്യത്തിലേക്ക് മാറുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് രാജാവാണ് ഇവിടെ ഭരിച്ചിരുന്നത്. അപ്പോൾ ദളന്തി രാജാവായിരുന്നു അന്ന് ഇവിടെ ഭരണം ഉണ്ടായിരുന്ന രാജാവ്. കുലശേഖര സാമ്രാജ്യം 12-ാം നൂറ്റാണ്ടിൽ അവശേഷിക്കുമ്പോൾ ഇത് വീണ്ടും രാജവംശം ഏറ്റെടുക്കുകയും ആ രാജാക്കന്മാരും നമ്മളും തമ്മിൽ മതസൗഹാർദ്ദതയുടെ ബഹുസ്ഫുരണങ്ങൾ കൊണ്ട് വളരെ പേര് കേട്ടതാണ് എടപ്പള്ളി. അപ്പോൾ ഈ എടപ്പള്ളിയുടെ ആ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിന് വേണ്ടി അന്ന് ഇളങ്ങൊരു സ്വരൂപത്തിൽ നിന്നാണ് നമുക്ക് ഈ പള്ളിക്കുള്ള സാഹചര്യങ്ങളും പള്ളി ഉണ്ടാക്കാനുള്ള സ്ഥലവുമെല്ലാം തന്ന് മതസൗഹാർദ്ദതയുടെ ഒരു ഇറ്റിലമായി എടപ്പള്ളി വളർന്ന് അങ്ങനെയാണ്. മതസൗഹാർദ്ദത കൊണ്ടാണ് നമ്മൾ രാജാവ് ആനയെക്കൊണ്ട് രാജാവിന് ഈ സ്ഥലങ്ങളെല്ലാം തന്നതിൻ്റെ പ്രത്യുപകാരമായിട്ട് നമ്മൾ കൊടികയറ്റുന്നതിന് മുമ്പ് അനുവാദം ചോദിക്കുകയും രാജാവ് ആനയെക്കൊണ്ട് കൊടിമരം ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് അതിനുശേഷം കൊടികയറ്റുന്ന ഒരു സമ്പ്രദായമാണ് പണ്ട് നിലനിന്നിരുന്നത്. ആ ഓർമ്മ, ആ സാഹചര്യങ്ങളും ആ പുരാതന പൈതൃകവും ഇന്ന് കാത്തു സൂക്ഷിക്കുന്ന രീതിയിലാണ് ഇന്ന് തിരുനാൾ നടത്തുന്ന പ്രസിദ്ധി ബഹുമാനപ്പെട്ട കപ്പളോൻ വികാരി അച്ഛന് പലഹാരങ്ങൾ, അന്ന് 101 തരം പലഹാരങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അങ്ങനെ 101 തരം പലഹാരങ്ങൾ കാഴ്ചവെച്ചതിന് ശേഷം പണ്ട് രാജാവിനോട് ചോദിച്ചിരുന്നത് പോലെ ഇന്ന് ബഹുമാനപ്പെട്ട വികാരി അച്ഛനോട് ചോദിക്കും കൊടി കയറ്റാനുള്ള അനുവാദം വേണമെന്ന്. അപ്പോൾ ബഹുമാനപ്പെട്ട കപ്പളോൻ വികാരി അച്ഛൻ ആ സമയത്ത് കൊടി കയറ്റാനുള്ള അനുവാദം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പെരുന്നാൾ ആരംഭിക്കുന്നത്. അതാണ് ഈ കാണുന്ന പലഹാരങ്ങളെല്ലാം നിരത്തി ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ ക്ഷണിച്ച് ദർശനക്കാരും ലൈത്തോരന്മാരും നാട്ടുകാരും ഇടവാംഗങ്ങളും പാരിഷ് കൗൺസിൽ അംഗങ്ങളും സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളും അങ്ങനെ ഇടവകയുമായി ബന്ധപ്പെട്ട എല്ലാവരും ചേർന്ന് കൊടി കയറ്റാനുള്ള അനുവാദം വികാരി അച്ഛനോട് തന്നതിന് ശേഷം കൊടിമരത്തിലേക്ക് പോയി കൊടി കയറ്റി അതിനുശേഷം ലതിഞ്ഞ് പുരാതനമായ നമ്മുടെ കർമ്മങ്ങളെല്ലാം പഴയ രീതിയിൽ തന്നെ, പ്രാചീന രീതിയിൽ തന്നെയാണ് ഇന്നും ഇവിടെ നിലനിന്ന് വരുന്നത്. ഇതാണ് എടപ്പള്ളിയുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത.
അപ്പോൾ എന്തായാലും ആന്റണി ചേട്ടാ എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നത്. കാരണം കാണികൾക്ക് മനസ്സിലാവാനും കൂടി വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. ഒരു നല്ലൊരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ ആരും മിസ് ചെയ്യരുതെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരോടും നന്ദി അറിയിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഓക്കെ, ശരി എന്നാൽ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ 101 പലഹാരങ്ങളൊക്കെ അടുക്കി നല്ല ഭംഗിയായിട്ട് വെച്ചേക്കണുണ്ടല്ലോ. അപ്പോൾ പ്രസിഡന്റ് നമുക്ക് അതുവരെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ പറഞ്ഞു തന്നിരുന്നു. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ അറിയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ 101 പലഹാരങ്ങളൊക്കെ നിരത്തി വെച്ചേക്കണത് എന്തിനാണ്? അവിടെ നിന്നാണ് കൊടിമരം കൊടിമരത്തിലേക്ക് കൊടി കൊണ്ട് പോകുന്നത്. അപ്പോൾ കൊടി കൈമാറുന്ന കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് പ്രസിഡന്റിനോട് തന്നെ ചോദിക്കാം. പ്രസിഡന്റ് പറഞ്ഞു തരും. അതായത് നമ്മൾ 101 പലഹാരങ്ങൾ ഇതിനു മുമ്പുള്ള പുരാതന നമ്മുടെ കാലഘട്ടത്തിന് മുമ്പ് നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇളങ്ങൂർ സ്വരൂപത്തിൽ ചെന്ന് രാജസന്നിധിയിൽ കാഴ്ച സമർപ്പിച്ച് രാജാവ് ആനയെ കൊണ്ട് കൊടിമരം വന്ന് കൊടികയറ്റുന്ന അനുവാദം തരും. അതിന് അനുവാദം ചോദിക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ ആ പ്രാചീനമായിട്ടുള്ള സംവിധാനം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും വർഷങ്ങളോളം നമ്മൾ ഇത്തരത്തിൽ 101 പലഹാരം ബഹുമാനപ്പെട്ട കപ്പളോൻ വികാരി അച്ഛനെ സമർപ്പിച്ച് കൊടികയറ്റുന്നതിനുള്ള അനുവാദം ചോദിക്കും. അപ്പോൾ അനുവാദം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടുന്ന് ദർശന സമൂഹാംഗങ്ങളും പ്രസിഡന്റുമാരും ഇടവാംഗങ്ങളും എല്ലാവരും ചേർന്ന് ഓപ്പയും മോറിസെല്ലാം ധരിച്ച് പള്ളിയിലെ അകത്ത് കയറി അകത്ത് വെച്ച് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ കൊടി പ്രസിഡന്റിക്ക് കൈമാറും. ആ കൊടിയുമായിട്ട് പ്രസിഡന്റിയും ദർശന സമൂഹാംഗങ്ങളും കൊടിമരത്തിൻ്റെ അടുത്തേക്ക് പ്രദർശനമായിട്ട് പോകും. അതിനുശേഷം കൊടി കയറ്റിയതിന് ശേഷം തിരിച്ചു വന്നിട്ടാണ് ലവീഞ്ഞ് കുർബാന മറ്റുള്ള പ്രാചീന കാലത്ത് നടക്കുന്ന സംഭവങ്ങളെല്ലാം അതുപോലെ തന്നെ നടക്കുന്ന രീതി എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നിലനിന്ന് പോരും. ഓക്കെ, വളരെ സന്തോഷം. നമുക്ക് എന്താ പറയുക, കാണികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു ഒന്ന് ബാക്കിയുള്ളവരോട് ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. ചേട്ടാ പേരെന്ന് പറയാം? ഷൈജു കമ്പട്ടി. ജോർജ്. ഞാനും ജോർജ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ സന്തോഷം. ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനിയുള്ളത് നമുക്ക് അവിടെ പോയി നേരിട്ട് കാണാം. എന്താണിപ്പോൾ ആന്റണി ചേട്ടൻ പറഞ്ഞത് എന്തൊക്കെയാണെന്നൊന്ന് നേരിട്ട് കണ്ടിട്ട്. അപ്പോൾ ആ ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇതേയുടെ നമ്മുടെ പ്രസിഡന്റിൻ്റെ ഫാമിലി നിർത്തിയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ശേഷം അച്ഛൻ്റെ ഓഫീസിൽ പ്രസിഡന്റ് വന്നിട്ട് അച്ഛനെ ക്ഷണിക്കാൻ വേണ്ടിയാണ്. അച്ഛനെ ക്ഷണിച്ച് ഇവിടുന്ന് കൊണ്ടുപോയിട്ടാണ് ശേഷം ആ 101 പലഹാരങ്ങളുടെ അങ്ങോട്ട് കൊണ്ടുപോയി അതിന് ശേഷം പള്ളിയിൽ പോയിട്ട് അവിടെ നിന്നാണ് കൊടി കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അത് അച്ഛനെ ക്ഷണിക്കാനായിട്ട് പ്രസിഡന്റ് വന്ന് ക്ഷണിച്ച് അച്ഛനെ വികാരിയച്ഛനെ, അതായത് എടപ്പള്ളി പള്ളിയിൽ വികാരിയച്ഛനെ ക്ഷണിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പഴയ രീതിയിൽ തന്നെ ആ ചടങ്ങൊക്കെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ്. ഇത് അധികം പേർക്ക് അറിയില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇങ്ങനൊരു വീഡിയോ എടുത്തത് തന്നെ. നമ്മുടെ 101 പലഹാരങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന ആ ഹാളിലേക്ക് വികാരിയച്ഛനെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് പള്ളിയിൽ പോയിട്ട് കൊടി കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഈ വീഡിയോയിലൂടെ. 2023 ആണ്ടിലെ വിശുദ്ധ ഗീവർഗീസ് സഹോദരയുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള കൊടി കയറ്റുന്നതിനുള്ള അനുവാദം തരണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ അനുവാദം നൽകിയിരിക്കുന്നു. ഭംഗിയായി ഭക്തിപൂർവ്വം തിരുനാളും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യയുള്ള നിൻ്റെ സജീവമായ സാന്നിധ്യം ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിൻ്റെ തിരുസതിൻ്റെ ധീര പടയാളിയായ വിശുദ്ധ ഗീവർഗീസിനെ ഞങ്ങൾക്ക് സ്വർഗീയ മധ്യസ്ഥനായി നൽകിയതിന്
അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷങ്ങൾക്കായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഏറ്റവും ഭക്തിനിർഭരമായും ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിനും ഇവിടേക്ക് ഒഴുകിയെത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും ആത്മീയമായ ഉണർവിനും അത് നിമിത്തമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന ആന്റണി പരവരെയും കുടുംബത്തെയും അവരുടെ നിയോഗങ്ങളെയും സവിശേഷമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കണമേ. ഈ തിരുനാൾ ആഘോഷങ്ങൾക്ക് വേണ്ടി സഹകരിക്കുന്ന എല്ലാവരെയും പാരിഷ് കൗൺസിൽ അംഗങ്ങളെയും ജനറൽ കമ്മിറ്റി അംഗങ്ങളെയും ദർശന സമൂഹത്തെയും ഇവിടുത്തെ ഇടവക വിശ്വാസ സമൂഹത്തെയും എല്ലാം വിശുദ്ധൻ്റെ സവിശേഷമായ മധ്യസ്ഥം വഴി സമർത്ഥമായി അംഗീകരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് ആരംഭിക്കുന്ന പതാകയിലൂടെ തുടങ്ങുന്ന തിരുനാൾ ആഘോഷങ്ങളെല്ലാം ഇതിൻ്റെ കൃപയുടെ കീഴിൽ ഏറ്റവും മനോഹരമായും ഭക്തിനിർഭരമായി നടത്തുന്നതിനെ ഞങ്ങൾ ഓരോരുത്തരും കണക്കാക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസ് ഞങ്ങൾക്ക് പിന്നെ വീക്ഷിക്കണമേ. നടന്നു കാണോ? അടുത്തായിട്ട് നടക്കാൻ പോണത് ഇന്ന് കൊടിയേറ്റമാണെന്ന് പറഞ്ഞല്ലോ, പള്ളിപ്പെരുന്നാളോടനുബന്ധിച്ച്. ആ കൊടിയേറ്റമുള്ള കൊടി കൈമാറുന്ന ഒരു ചടങ്ങാണ് അടുത്തായിട്ട് നടക്കാൻ പോകുന്നത്. അത് വികാരിച്ച് പ്രസിഡന്റിക്ക് കൊടുത്തുകൊണ്ടാണ് ആ കൊടിമാറ്റ ചടങ്ങ് നടക്കുന്നത്. അത് നടക്കുന്നത് പള്ളിക്കകത്ത് വെച്ചാണ്, ഗീവർഗീസിന്റെ രൂപത്തിന് മുന്നിൽ വെച്ചാണ്. അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പഴയ പള്ളി, എടപ്പള്ളിയുടെ പഴയ പള്ളിയുടെ അകത്തുള്ള വിഷയമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കൊടി കൈമാറുന്ന ആ ചടങ്ങിലേക്കാണ് ഇനി അടുത്തായിട്ട് പോകുന്നത്. നിങ്ങൾ നേരിട്ട് കണ്ടോളുക. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കൊടി കൈമാറിയതിന് ശേഷം കൊടിമരത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന പ്രദക്ഷിണമായിട്ട് പോകുന്ന ഒരു വിഷ്വലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നൊരു കാര്യം ഈ വീഡിയോയുടെ ഇടയിൽ പറയണതാണ്, നമ്മുടെ ജിമ്മിലെ കെവിനാശാൻ ഒരു ഫോട്ടോ എടുത്ത് അയച്ചപ്പോഴാണ് ഇങ്ങനൊരു പരിപാടി നടക്കണം, അല്ലെങ്കിൽ ഇന്നാണ് കൊടിയേറ്റമെന്ന് ഞാൻ സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു. അറിയാവുന്ന കാര്യമാണ്, പക്ഷേ അറിഞ്ഞിട്ടുണ്ടായില്ല, അതാണ് സംഭവം. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ പറയുന്നൊരു വീഡിയോ എടുക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്തുതന്ന കെവിനാശാനും അതുപോലെ എടപ്പള്ളിപ്പള്ളിയിലെ കപ്പേര് വിനോദിനും പ്രത്യേകം എൻ്റെ ഫ്രണ്ടാണ്. വിനോദിനെ കാണിക്കാൻ പറ്റില്ല, ആൾ തിരക്കിലായിരുന്നു. പെരുന്നാളാകുമ്പോൾ അറിയാമല്ലോ, പറയണ്ടല്ലോ. അപ്പോൾ എന്തായാലും പ്രത്യേകം നന്ദി വീഡിയോയിലൂടെ അറിയിക്കുന്നു. അതുപോലെ എൻ്റെ ഫ്രണ്ട് സീച്ചേട്ടനുണ്ട്, സീച്ചേട്ടനെ ഇടയ്ക്കൊന്ന് വിട്ടുപോയി. ആ വീഡിയോ എടുക്കാൻ നേരത്ത് ആളുണ്ടാവാൻ ഞാൻ ക്യാമറ ഒന്ന് കൈ കൊടുത്ത് അത് കഴിഞ്ഞപ്പോഴെങ്കിലും പരിചയപ്പെടുത്തായിരുന്നു, പക്ഷേ ഈ ഇതിൻ്റെ തിരക്കിനിടയിൽ വിട്ടുപോയതാണ്. അതും കൂടി
ഓർപ്പിക്കുന്നു. എന്തായാലും അടുത്തത് പെരുന്നാളോടനുബന്ധിച്ചുള്ള കൊടിയേറ്റമാണ്. അത് നമുക്ക് കാണാം, നേരിട്ട് കാണാം. ആൾക്കാരൊക്കെ ഇവിടെ തടിച്ചുകൂടിയിരിക്കണം കൊടിമരത്തിന് ചുറ്റും. ആ ഒരു വിഷ്വലും കൂടി നിങ്ങളെ കാണിച്ചിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നതായിരിക്കും. അതും കൂടി ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടം വരെ എടുത്തിട്ട് അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതിയത്. എന്തായാലും ആ വീഡിയോയും കൂടി നിങ്ങൾ കണ്ടു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതെ പൊത്തിക്കോടാ. ഈ ഒരു കാഴ്ച കൊണ്ട് നിങ്ങൾ കാണേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം കൂടി എടുത്തത്. കൊടിമരത്തിൽ കൊടിയേറ്റിയ സമയം തൊട്ട് ഇവിടെ നിർത്താതെ മലപ്പടക്കം ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു വിഷയം വളരെ മനോഹരമായിരുന്നു, കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. കാരണം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊട്ടി തീർന്നു വരുമ്പോഴേക്കും അപ്പുറത്ത് റീലോഡ് ചെയ്യും. അങ്ങനെ നിർത്താതെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ആ ഒരു കാഴ്ച കൂടി നിങ്ങളിലേക്ക് കാണിക്കുന്നതാണ് ഈ ഒരു അവസരത്തിൽ. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കൂടി രേഖപ്പെടുത്തുമെന്ന് പ്രത്യേക അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോസായിട്ട് ഇനിയും നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.